അപ്പോൾ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും PSC അപ്ഡേറ്റുകളെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ വാർത്ത നിങ്ങളെല്ലാവരും കാണുന്ന പോലെ തന്നെ ഒഴിവുകൾ 447 എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും വരാത്ത അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ലിസ്റ്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ ഒരു വാർത്തയ്ക്കകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വന്നിട്ടുണ്ടായിരുന്നൊരു പോസ്റ്റാണ് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. അപ്പോൾ ഇതിൻ്റെ മെയിൻസ് പരീക്ഷ ഡിസംബർ 12-നായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ തുടർ നടപടികളെക്കുറിച്ചോ ഒന്നും ഇതുവരെ ഒരു അപ്ഡേറ്റും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം ഇതുവരെ കേരള PSC ഇതുവരെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗാർത്ഥികളിൽ താൽക്കാലിക നിയമനത്തിൻ്റെ ആശങ്കകളാണ് ഉദ്യോഗാർത്ഥികളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. മാത്രമല്ല ഈ ഒരു ലിസ്റ്റ് വൈകുന്നത് താൽക്കാലിക നിയമനത്തിനും വഴിയൊരുക്കും എന്നുള്ളതിൽ ഒരു സംശയവും നമുക്കില്ലാത്ത കാര്യം തന്നെയാണ്. ലിസ്റ്റ് ചെറുതാക്കൽ ആശങ്ക ഇവിടെയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 447 പേര് അല്ലെങ്കിൽ 447 ഒഴിവുകൾ വന്നിട്ടുള്ള ലിസ്റ്റാണെങ്കിൽ കൂടെ തന്നെ ലിസ്റ്റുകൾ ചുരുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ കേരള PSCയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതും എന്ത് ചെയ്യുന്നുണ്ട്, ഉദ്യോഗാർത്ഥികളിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട്. മുൻ ലിസ്റ്റിൽ നിന്ന് 2914 നിയമന ശുപാർശകളാണ് നിലവിൽ ഇതുവരെ പോയിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റുമായിട്ട് അല്ലെങ്കിൽ നിയമന ശുപാർശയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കറക്റ്റ് ലിസ്റ്റ് ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ അതിനകത്ത് ഒഴിവുകൾ 113 മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ അനുസരിച്ച് 324 പേർക്ക് നിയമന ശുപാർശകൾ പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ ജില്ലകളിലെയും ഒഴിവുകളും മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശകളും കാണുകയാണെങ്കിൽ നമുക്ക് നിയമന ശുപാർശ മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ തിരുവനന്തപുരത്ത് 324, കൊല്ലത്താണെങ്കിൽ അത് 308, പത്തനംതിട്ടയാണെങ്കിൽ അത് 83, ആലപ്പുഴയാണെങ്കിൽ 188, കോട്ടയത്താണെങ്കിൽ അത് 199, ഇടുക്കിയിലാണെങ്കിൽ 125. അങ്ങനെ ഓരോ ജില്ലകളിലും ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നിയമന ശുപാർശകളൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം കേരളത്തിൽ 2914 പേർക്കാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കഴിഞ്ഞ മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശകൾ പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ലിസ്റ്റും അതുപോലെ തന്നെ ആ ഒരു ലിസ്റ്റ് വൈകുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ് നമ്മുടെ ഈ ഒരു തൊഴിൽ വാർത്തയ്ക്കകത്തുള്ള ഈ ഒരു ക്ലിപ്പിങ്ങിനകത്ത് പറയുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ വാർത്തയിലേക്ക് പോകാം. ഒഴിവുകൾ ബാക്കി, ലിസ്റ്റിൽ ആളില്ലാതെ VFA തസ്തിക. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ തസ്തികയിൽ കണ്ടതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ഈ ഒരു തസ്തികയ്ക്കകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ലിസ്റ്റുകൾ തീരുന്നു, പുതിയവ 1 വർഷമെങ്കിലും വൈകും. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും പറയുന്നത് തന്നെയാണ്. കാര്യം എന്താണ്, എല്ലാത്തിലും താൽക്കാലിക നിയമനത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കണ്ടല്ലോ, താൽക്കാലിക നിയമനം നടക്കാൻ സാധ്യത. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പുതിയ വിജ്ഞാപന പ്രകാരമുള്ള പരീക്ഷകൾ 10th ലെവൽ പൊതു പരീക്ഷയോടൊപ്പം നടക്കുന്നതേ ഉള്ളൂ. ജൂലൈ 2-നും 16-നുമായി നടക്കുന്ന രണ്ട് ഘട്ടങ്ങൾ കൂടി പരീക്ഷ ബാക്കിയുണ്ട്. അർഹതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ കുറഞ്ഞത് 6 മാസമെങ്കിലും വേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. പരീക്ഷകൾ നടത്താനായിട്ട് ഇവർക്ക് നല്ല ആവേശമാണ്. പക്ഷേ ആ ഒരു ആവേശം ലിസ്റ്റ് വരുന്നതിലും ആൾക്കാർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നതിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കേരള PSC എന്നേ രക്ഷപ്പെട്ട് പോകേണ്ടതാണ്. അർഹതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് കുറഞ്ഞത് 6 മാസമെങ്കിലും വേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. തുടർന്ന് മെയിൻ പരീക്ഷ നടത്തി സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് 6 മാസം എന്ന് പറയുമ്പോൾ ഏകദേശം 1-1.5 വർഷം എന്തെങ്കിലും വേണ്ടി വരുന്നുണ്ട് കേട്ടോ, കാര്യങ്ങളൊക്കെ അവസാനത്തിലേക്ക് എത്താനായിട്ട്. സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി നമ്മുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കൂ. അപ്പോൾ ഇത്രയും നടപടികൾ അല്ലെങ്കിൽ ഇത്രയും നടപടികൾ കഴിഞ്ഞാൽ മാത്രമേ 1 വർഷത്തിലധികം വേണ്ടി വരും. കാര്യം എന്താണ്, ഈ ഒരു ലിസ്റ്റ് നടത്താനായിട്ട്. കാര്യം ഇപ്പോൾ പുതിയൊരു സമ്പ്രദായം കൂടി വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ പ്രിലിംസ് എന്ന് പറയുന്ന പുതിയൊരു പ്രവർത്തനം കൂടി വന്നിട്ടുള്ളതിൻ്റെ പേരിൽ തന്നെ. അപ്പോൾ ഈ ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നതിനായിട്ട് ഏകദേശം 6 മാസം എല്ലാം കൂടി 1-1.5 വർഷമെങ്കിലും വേണ്ടി വരുമെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ റദ്ദായ ജില്ലകളിൽ അല്ലെങ്കിൽ ഈ ലിസ്റ്റുകൾ റദ്ദായ ജില്ലകളിൽ നിന്ന് 1.5 വർഷത്തോളം റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടാകില്ല എന്നതിനാൽ താൽക്കാലിക നിയമനത്തിനാണ് സാധ്യത. കണ്ടല്ലോ, അപ്പോൾ മനഃപൂർവ്വം ഓരോയിടത്തും താൽക്കാലിക നിയമനമാണ്. താൽക്കാലിക നിയമനത്തിനുള്ള ആൾക്കാർക്ക് സാധ്യത ഉണ്ടാകുമെങ്കിൽ അവർക്കൊരു അവസരം കൂടി ഒരുക്കി കൊടുക്കുകയാണ് ഈ ഒരു ലിസ്റ്റ് വൈകിക്കുന്നതിലൂടെ. അപ്പോൾ ഈ ഒരു ടേബിളിനകത്ത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ നിയമന ശുപാർശകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നിലവിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്, അതുപോലെ തന്നെ നിയമന ശുപാർശ, അവസാന ശുപാർശ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ നിയമന ശുപാർശകൾ നോക്കുകയാണെങ്കിൽ ആകെ മൊത്തത്തിൽ 2014 നിയമന ശുപാർശകളാണ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഒഴിവുകൾ ബാക്കി ലിസ്റ്റിൽ ആളില്ലാതെ എന്ന് പറയുന്ന ഈ ഒരു വാർത്താ ക്ലിപ്പിങ്ങിനകത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും ഈ ലിസ്റ്റുകൾ എന്തായാലും ഇത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഈ ഒരു വൈകിക്കുന്ന ഈ ഒരു പ്രവണത ഒഴിവാക്കിയെങ്കിൽ മാത്രമേ കേരള PSCയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടത്തുള്ളൂ. അടുത്തൊരു ക്ലിപ്പിംഗ് എന്ന് പറയുന്നത് 10th ലെവൽ 4ാം ഘട്ടം എഴുതിയത് 71.64 ആൾക്കാരെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിഞ്ഞതാണ് നമ്മുടെ 10th ലെവൽ പ്രിലിംസിൻ്റെ 4 ഘട്ടങ്ങൾ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂൺ 19 നടത്തിയ 10th ലെവൽ പ്രിലിംസിൻ്റെ 4ാം ഘട്ട പരീക്ഷ എഴുതിയത് 71.64
ആൾക്കാരാണ്. അതിൽ 2,11,614 പേരാണ് കൺഫർമേഷൻ നൽകിയത്. ഇതിൽ 1,51,000 പേര് മാത്രമാണ് എന്ത് ചെയ്തത്, പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10th ലെവലിൻ്റെ 5ാം ഘട്ട പരീക്ഷ ജൂലൈ 5-നും 6ാം ഘട്ട പരീക്ഷ ജൂലൈ 16-നുമാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഹാൾ ടിക്കറ്റ് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ശ്രദ്ധിക്കുക, 10th ലെവൽ പ്രിലിംസിൻ്റെ 5ാം ഘട്ട പരീക്ഷ ജൂലൈ 2-നും 6ാം ഘട്ട പരീക്ഷ ജൂലൈ 16-നുമാണ് നടക്കുന്നത്. അപ്പോൾ 5ാം ഘട്ട പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. 6ാം ഘട്ട പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ജൂലൈ 2-ന് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഹാൾ ടിക്കറ്റ് വരാത്തവർ വിഷമിക്കേണ്ട, നിങ്ങളുടെ പരീക്ഷ ലാസ്റ്റ് ഫേസിലേക്ക് ആയിരിക്കും. അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വത്തിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ ഇൻ്റർവ്യൂ ജൂലൈ 22-ന് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ LPSTയിൽ 1817 പേർക്ക് ജൂലൈയിൽ നിയമന ശുപാർശ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിവറേജസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ബിവറേജസിലെ LDയിൽ 73 പേർ കൂടി ഉടൻ നിയമനം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിവറേജസ് കോർപ്പറേഷനിലെ LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ 73 പേർക്ക് കൂടി ഉടനായിട്ട് നിയമന ശുപാർശ ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ 73 വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ 68 പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 68 പോസ്റ്റുകൾ NJD ഒഴിവുകളിലേക്കും 5 പേർക്ക് പുതിയ ഒഴിവുകളിലേക്കും കൂടി എല്ലാം കൂടിയാണ് 73 ഒഴിവുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 73 പേർക്ക് കൂടി നിയമന ശുപാർശ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ അറിഞ്ഞതാണ് നമ്മുടെ IRBയിലെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലെ എൻഡുറൻസ് ടെസ്റ്റ് അല്ലേ. അപ്പോൾ എൻഡുറൻസ് ടെസ്റ്റിലെ ഡേറ്റുകളിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എൻഡുറൻസ് ടെസ്റ്റിലെ തീയതികളിൽ മാറ്റം. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ അല്ലെങ്കിൽ കമാൻഡോ വിഭാഗത്തിലേക്കുള്ള തസ്തികയിൽ ജൂലൈ 9-നും അതുപോലെ തന്നെ 28-നും നടത്താൻ നിശ്ചയിച്ചിരുന്ന നമ്മുടെ എൻഡുറൻസ് ടെസ്റ്റിൻ്റെ ടൈമിങ്ങിൽ വ്യത്യാസമുണ്ട്. വിവിധ ജില്ലകളിലെ പുതുക്കിയ തീയതികൾ PSCയുടെ വെബ്സൈറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ പുതിയ തീയതി ഉൾപ്പെടുത്തിയിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ് നൽകില്ല. കാര്യം പുതിയ അഡ്മിഷൻ ടിക്കറ്റ് നൽകത്തില്ല. പഴയ അഡ്മിഷൻ ടിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പുതിയ ഡേറ്റുകളിലേക്ക് എക്സാമിന് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ IRBയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്. പിന്നെ നമ്മൾ അറിഞ്ഞതാണ് റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ PSCയുടെ റാങ്ക് ലിസ്റ്റ് നീട്ടൽ PSC സുപ്രീം കോടതിയിലേക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാലാവധി 3 മാസമെങ്കിലും നീട്ടണമെന്നുള്ള ഒരു നിയമം ഉണ്ടല്ലോ, അതൊന്നും പാലിക്കാതെ നമ്മുടെ കോവിഡ് സമയത്ത് കുറച്ചധികം ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുറച്ചധികം ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ ഹൈക്കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, ആ ലിസ്റ്റുകൾ നീട്ടാനുള്ള ശുപാർശ PSCക്ക് കൊടുത്തു. അപ്പോൾ ഈ ഒരു തീരുമാനത്തിനെതിരായിട്ട് എന്ത് ചെയ്തു, കേരള PSC സുപ്രീം കോടതിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അപ്ഡേറ്റ് മുഖാന്തരം തന്നെ അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരള PSCയിലെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും PSC തീരുമാനങ്ങളും. അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റുകളും ക്ലാസ്സുകൾ അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റുകളും എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ +2 ലെവലിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മടി പിടിച്ചിരിക്കാതെ ക്ലാസ്സുകളൊക്കെ കാണുക, പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് തന്നെ പോവുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിലവിലെടുത്തിട്ടുണ്ടായിരുന്നത് എക്കണോമിക്സിൻ്റെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ 2 ക്ലാസ്സുകളോട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സുകൾ കാണുക. അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻസും ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.